എസ്ലി ക്ഷീണിച്ച് ദാഹിച്ച് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഫ്രസ്ട്രേഷൻ അല്ലേ? ഒക്കെ സെറ്റാവും. പുതിയൊരു കൺട്രിയിലേക്ക് വരുമ്പം ഇങ്ങനെ തന്നെയാണ്, കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. എന്നാലും എല്ലാം ശരിയാവും. ഞങ്ങൾ കറൻസി എയർപോർട്ടിൽ നിന്ന് കുറച്ചാണ് കൺവേർട്ട് ചെയ്തത്. കാരണം എയർപോർട്ടിലെ റേറ്റ് ഭയങ്കര ഷോക്കാണ്. അവർ കുറച്ച് എമൗണ്ട് തരുള്ളൂ, നഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് റിസർച്ച് ചെയ്തപ്പോൾ ഇവിടെ ഗോൾഡ് ഷോപ്പ് ഉണ്ട്. ഇവിടെ വന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റ് കൂടുതൽ കിട്ടും. അതായത് $US കൂടുതൽ കൺവേർഷൻ റേറ്റ് കിട്ടും. അപ്പം അങ്ങനെ ഇവിടെ വന്ന ഇതാണ് ഇവിടുത്തെ ക്യൂ. ഫുൾ ഓഫ് പീപ്പിൾ. വിശക്കണ്ടില്ലേ? തലവറ്റി വീഴോ? തലവറ്റി വീഴോ? ആ പാവലെ പ്രായം. അങ്ങനെ ഒരു മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ 2 സ്മൂത്തി ഓർഡർ ചെയ്ത് 70,000 ഡോം. നമ്മളെ നാട്ടിലെ 245 അല്ലേ? നാട്ടിലെ 245 രൂപ വില. ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ Airbnb തപ്പി ഇറങ്ങിയതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള Airbnb ആണ് ഞങ്ങൾ സെർച്ച് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നീറ്റ്നെസ് ആട്ടോ. സംഭവം കേരളം പോലെ, ബാംഗ്ലൂർ പോലെ, കൊച്ചി പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഡ്രൈവിങ് ഇതാണ്, റൈറ്റ് സൈഡ് ഡ്രൈവിംഗ് ആണ്. പക്ഷേ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര നീറ്റാണ്. ആരും തുപ്പി വെക്കുന്നില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷേ സ്മോക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരും സ്മോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തുപ്പൽ പരിപാടി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാവരും ഭയങ്കര നീറ്റാണ്. പിന്നെ ഡ്രൈവിങ് വേറൊരു മൂഡാണ്. അപ്പോൾ നമ്മൾ റൂം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പോവുകയാണ്. Passport. Need both? Need mine? Both? Stay Two? Yeah. Both of us. ഇതില്ലോ നോക്ക്. ഏറ്റവും വലിയ ആ ക്ലിപ്പ് കൂടിയാൽ മതി. എന്നാ ബാഗിൽ സൈഡ് ബാഗ്, വൈറ്റ് ബാഗ്. ബാഗ് ഇവിടെ. സോറി. നാട്ടിലെ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം. ഉണ്ടോ, സ്റ്റാർസൊക്കെ ഉണ്ട് സീലിങ്ങിൽ, ഫുൾ ചന്ദ്രനൊക്കെയാണ്. ഇത് ബെഡ്. ഇതാണ് നമ്മളെ യൂട്ടിലിറ്റി ടേബിൾ. ഇവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ യൂസ് ചെയ്ത ബ്രഷ്,
ചീർപ്പ്, പേസ്റ്റ് ഉണ്ട്, പിന്നെ 2 കപ്പുണ്ട്, ഷേവിങ് സെറ്റ് ഉണ്ട്, ഷവർ, ഇതൊക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ മണി 2100. 2100 വലിയ കുഴപ്പമില്ല. പിന്നെ 2 ബോട്ടിൽ വെള്ളം, 2 കപ്പ് മറ്റേ റെഡിമെയ്ഡ് നൂഡിൽസ് ഇല്ലേ, നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുടിക്കുന്ന അതും. ഇത്രയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ സെറ്റ് ചെയ്ത് ഈവനിങ് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബെൻതാൻ മാർക്കറ്റ്, ഗുവിയൻ വാക്കിംഗ് സ്ട്രീറ്റ്. ഗുവിയൻ വാക്കിംഗ് സ്ട്രീറ്റ്. ഇവിടെ എനിക്ക് തോന്നുന്നു സിറ്റി കുറച്ചുകൂടി കളറാവുന്ന ഈവനിങ് ആണ്. പകൽ ടൈമൊക്കെ ഒന്ന് ഭയങ്കര എന്താ പറയുക, നമ്മളെ കേരളം പോലെ തന്നെ കുറച്ചൊരു ടെമ്പറേച്ചർ ഇവിടെ വരുന്നുണ്ട്. എത്രയുണ്ട്? തന്നെയാണോ? ആ, എത്ര കാണിക്കുന്നത്? 5 മിനിറ്റ്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടെന്നാ പറയുന്നത് അവിടേക്ക്. ശ്രീരാജ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അതുപോലെ ഇവിടെ കുറെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ് അല്ല, ഓരോ സ്പോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കാണാൻ പറ്റും. അതാ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അവിടെ നോക്കുകയാണെങ്കിൽ വേറൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. ഇന്ത്യൻ ഫുഡ്, ഹലാൽ ഫുഡ്. ക്യാമോൺ ഇതായിരിക്കില്ലേ എന്ത് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്? ഇതാണോ? ആ, അതായിരിക്കും. എന്ത്? ആരെ? ചെക്കനെ ഇവിടെ ഇത് പരസ്യമായിട്ട് വേറെ കഴിക്കാം. ഞാൻ അങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഡ്രിങ്കിങ് ഇവരെ കൾച്ചറിന് ഡ്രിങ്കിങ് കൾച്ചറിൻ്റെ പാട്ടാന്നാണ് പറയുന്നത്. കഴിക്കണം. ഷ്രെഡഡ് മീറ്റ് പോക്ക് കഴിച്ചോക്കാം. ഈ സ്ട്രീറ്റ് ഫുഡൊന്നും കഴിക്കാതെ പോയിട്ട് ഒരു കാര്യം കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. പോയാൽ കാണാൻ. പിന്നെ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ഒക്കെ കംപ്ലീറ്റ് പോർക്ക് ഉണ്ടാവും. അപ്പോൾ പോർക്ക് കഴിക്കാത്തവർ ശ്രദ്ധിച്ച് ചോദിച്ച് മനസ്സിലാക്കി കഴിക്കുക. പിന്നെ ബീറൊക്കെ ഇഷ്ടം പോലെ അല്ലേ, ഇഷ്ടം പോലെ. ഇന്ത്യൻ മൾട്ടി ക്യൂസിൻ. വിയറ്റ്നാമിലൊരു ഇന്ത്യൻ, ഇതാണ് വിയറ്റ്നാമിലുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, നമസ്തേ ഇന്ത്യ. സീ ഫുഡ്. ഇവിടെ ശരിക്കും വീക്കെൻഡ് വരണം, നല്ല തിരക്കേ. തിരിച്ച് റിട്ടേൺ വരുമ്പോ ഇവിടുന്ന് കഴിക്കാം അല്ലേ? അവര് നമ്മളെ കൂടെ ഫ്ലൈറ്റ് ഉണ്ടായിട്ട് ആൾക്കാരാണ്. ആണോ? റൈറ്റ് സൈഡിലുള്ളത്. ഇവിടെയൊക്കെ ഡാൻസേഴ്സ് ഉണ്ടാവുമായിരുന്നു.
അറിയില്ല. ആ വെറുതെ ഇരിക്കാൻ പറ്റുമോ? വെറുതെ ഇരിക്കാൻ പറ്റുമോ? ജസ്റ്റിൻ ബീബർ. മസാജ് ചെയ്യണം. നമ്മള് നടന്നു പോകുമ്പോൾ ഇവിടുത്തെ അറിയപ്പെട്ട ആളെ കണ്ടെത്തുന്നു. അതൊക്കെ മസാജ് കാര്യങ്ങളാണ്. എന്താ സ്ട്രീറ്റ് അല്ലേ? ഇത് എനിക്കൊന്ന് വീക്കെൻഡ്സ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ റഷ് കുറവ്. ഹലോ, നീ അവനെ എടുക്കണ്ടടാ, നിന്റെ പിന്നാലെ വന്നിട്ട് നീ അവനെ എടുക്കണ്ട. 360 കിട്ടും. ആണോ? കിട്ടും. കഴിഞ്ഞോ സീറ്റ്? ഇത്രേ ഉള്ളൂ. അറൈവ്ഡ്. അവിടേക്ക് പോവാം. വാ, നേരെ പോയി നോക്കാം. ബഅൻ കഴിക്കണോ? ബഅൻ ചൈനീസുകളെ കാണാൻ ഭംഗിയില്ല. വാ വാ, അങ്ങോട്ട് വാ. ഇങ്ങോട്ടാ? അങ്ങോട്ട് പോയാലോ? ഇവിടെ സീബ്ര ക്രോസ് ഒന്നും ഇല്ല. പക്ഷെ അവരൊക്കെ സീബ്ര ക്രോസ് പോകുന്നു. ഇവിടെ അങ്ങോട്ട് നടക്കുന്നേ. ഞങ്ങൾ 2 ബീർ ഓർഡർ ചെയ്ത് ഫുഡ് വരുന്നതിന് മുന്നേ ഞങ്ങളിത് ഇവിടെ ഒരു അത്യാവശ്യം ചെറിയൊരു ലോക്കൽ സെറ്റപ്പ് അഫോർഡബിൾ പ്രൈസ് ആയിട്ടുള്ള ഒരു കട ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു സ്ട്രോ കിട്ടുന്നുണ്ട്, 2 സിപ്പ് അടിക്കാൻ. ചെമ്മീൻ പൊടിയാണോ? അവിടുത്തെ ഇതാണ് നമ്മളെ സൈഗൺ സ്പെഷ്യൽ ബിയർ. പോർക്ക് ബാർബക്യൂ വന്നിട്ടുണ്ട്. എന്താവും എന്തോന്നറിയില്ല, കഴിച്ചു നോക്കട്ടെ. ഇത് കണ്ടിട്ട് ടേസ്റ്റുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു പോർക്ക് ബാർബക്യൂ, ഒരു ചിക്കൻ ബാർബക്യൂ, കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇതിനെല്ലാം കൂടി ഓർഡർ ചെയ്യും. താങ്ക് യു. ജാമോൺ ചിക്കൻ ബാർബക്യൂ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണ്. താങ്ക് യു.
അങ്ങനെ ഞങ്ങൾ ഞാൻ 2 ബീർ, ആഷ്ലി ഒരു ബീർ ഫിനിഷ് ചെയ്ത് പോർക്ക് ബാർബിക്യൂ, ചിക്കൻ ബാർബിക്യൂ, പിന്നെന്താ ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൈഡ് പീനട്സ്, അങ്ങനെ എല്ലാം കഴിച്ചിറങ്ങി. ബില്ല് വെറും 5,70,000 രൂപ. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നല്ലേ ഇവിടെ ഒരു വാഷ് ബേസിൻ ഇല്ല കൈ കഴുകാൻ. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ കയ്യിൽ കരുതുക, അല്ലെങ്കിൽ അവിടുത്തെ ടിഷ്യൂ പേപ്പറിന് ഒരു ബില്ലിടും. അവിടെ ഓൺലി വെറ്റ് വൈപ്സ് മാത്രമേ ഉള്ളൂ. 5,000 ഡോങ്കാണ് ഒരു പാക്കറ്റ് വെറ്റ് വൈപ്പിന്. അപ്പൊ കൈ വായ കഴുകാന്നുള്ള മോഹമായിട്ട് ഇങ്ങോട്ട് ആരും വരണ്ട. വായ കഴുകണമെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം വേണം. പിന്നെ വാഷ്റൂംസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. വാഷ്റൂം എന്താ ഒരു ജസ്റ്റ് ഒരു പേരിന് മാത്രമേ അവിടെ ഉള്ള വാഷ്റൂം ഉള്ളൂ, ബാക്കിയൊക്കെ കണക്കാണ്. ഞങ്ങളും വിളിക്കാറാറ് ഡിസ്കൗണ്ട് ഉണ്ടാവോ? മറ്റുണ്ട്. പിന്നെ വേറെ ഒന്നും കഴിക്കുന്നുണ്ടല്ലോ. പേ ബൈ ക്യാഷ്. ഞങ്ങൾ 7-Eleven ഒന്ന് കയറി നോക്കട്ടെ. ഞങ്ങൾ 7-Eleven ഉള്ളത്. ഇവിടുന്ന് വെറുതെ കയറി നോക്കിയാണ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആവശ്യമുള്ള എസെൻഷ്യൽ ഐറ്റംസ്. ആക്ച്വലി കാര്യമായിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ചീസ് കൊണ്ടുപോയി കുക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവും. ഇവിടെ ടിൻബീറിന് 25,000 വീണ്ടേ എടുക്കട്ടെ. ഇതിന്റെ റേറ്റ് എങ്ങനെ കിട്ടും? നോക്ക്, ചക്ക, പാക്കറ്റ് ചക്ക. വീട്ടിൽ വന്നതല്ലേ റേറ്റ് കാണില്ലടാ. പാക്കിലില്ല. USA 20,000 VMD അതിൽ കുറവാണ്. ബ്രെഡും ചീസും കിട്ടിയിട്ട് രാവിലെ അത് മതിയല്ലോ. എന്നാ ബ്രെഡും ചീസും വാങ്ങിക്കോ, രാവിലെ കഴിക്കാം. രാവിലെ അത് കഴിച്ചാൽ മതി. ഇവര് ഹൈറ്റാലേ, ഇവരെല്ലാരും ഒരേപോലെയാണല്ലോ, കുട്ടിമരം പോലെ. ഞാൻ നടന്നുകൊണ്ട് ലാസ്റ്റ് എടുക്കാം അല്ലേ? ഞാൻ സൈഗോണക്സ് ബിയർ എടുത്തിട്ടുണ്ട്. ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് എത്ര ഉണ്ടെന്ന് അറിയില്ല. നോർമൽ ബിയർ ആണോ എന്നുള്ള, സോഫ്റ്റ് ബിയർ ആണോ എന്നുള്ള അറിയില്ല. എന്തായാലും ഒന്ന് എടുക്കാം. പ്രൈസ് ഇസ് ഓൺലി 21,000 VND. ആഷ്ലി എന്തോ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്.
ഇതിലിപ്പോൾ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടോ എങ്ങനെ അറിയാം? ഞാൻ നേരത്തെ മറ്റേതിലേക്ക് കണ്ടുപിടിച്ചതറിയോ? ആ, ഇല്ല, ഗൂഗിളിൽ ലെൻസിലിട്ട് ആക്കി. ട്രാൻസ്ലേറ്റ് ചെയ്തല്ലേ? ഒരു സെക്കൻഡ്, ഞാൻ ഇതൊന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് എത്ര ഉണ്ട് കണ്ടുപിടിക്കട്ടെ. ഞാനൊരു സൈഗോൺ ബിയർ എടുത്ത് 21,000 VND. ഇതിൽ 4% ആൽക്കഹോൾ ഉണ്ട്. ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോൾ ഞാൻ ആക്ച്വലി നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, വളരെ ബ്രെഡും ജാമും ആയിട്ട് ദരിദ്രവാസികളെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൈസ സേവ് ചെയ്യാനുള്ള പ്ലാനാണ്. എങ്ങനെയെങ്കിലും ഒരാഴ്ച ലാസ്റ്റ് ചെയ്യണം. ഞങ്ങളെല്ലാകെ വളരെ കുറച്ച് പൈസയുള്ളൂ. എങ്ങനെ ലോ ബഡ്ജറ്റിൽ ജീവിക്കാമെന്നുള്ള എക്സ്പെരിമെൻറ്റിലാണ് ഞങ്ങൾ. നുമ്മ ഇത് നമ്മൾ നേരത്തെ റൂമിലുണ്ടായിരുന്നല്ലേ? കണ്ടോറും അല്ല അതല്ല ഇതല്ല. ബാഗ് എടുക്ക് പോവാ, മേടിക്കണ്ടോ? പോയേ എന്നാ സാധനം ഞാൻ ഒരു വെറൈറ്റി വേറെ ഏതെങ്കിലും ബീറും കൂടി എടുക്കാനുള്ള പ്ലാനാണ്. വെറൈറ്റി എടുക്കണോ അതോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെയിം ഐറ്റം തന്നെ എടുത്താലോ എന്ന് വിചാരിക്കുക. ഒരു കാര്യം ചെയ്യാം, 21,000 സെയിം ബീറിന് എടുക്കുക. ഇതാണ് കുറച്ച് ക്വാണ്ടിറ്റിയും കുറച്ച് ആൽക്കഹോൾ കണ്ടന്റും ഉള്ളത്. അപ്പോൾ ഇതെടുക്കാം. ഇതുമ്പോൾ പുറത്ത് അടിച്ചിട്ട് പോവാം. അത് വലിയതോ ജാം എടുത്തോ? ഇനിയിപ്പോൾ വേറെ സ്ഥലത്ത് പോകണ്ടേ? ഭയങ്കര റേറ്റ് പറയുമ്പോൾ 24,000 20,000 എന്നല്ലേ പറയുന്നത്? 24 എന്ന് പറയുമ്പോൾ അത്രയും. നാട്ടിലത്തെ പൈസ നോക്കണ്ട, ഇവിടുത്തെ പൈസ തന്നെ നോക്ക്. 24 എന്ന് പറയുമ്പോൾ 80 രൂപ, 50 രൂപ. പഞ്ചസാരയും കൂടെ കിട്ടുകയാണെങ്കിൽ ചായ എടുക്കുന്നു. ചായ ഒന്നും വേണം. 80 രൂപ അറേഞ്ച് ഉണ്ടാവും നാട്ടിലെ. ഇവിടെ ഇപ്പം നമ്മൾ 24 കൊടുക്കും. അപ്പോൾ ഞാൻ 2 പേർ എടുത്തു, 2 പാക്കറ്റ് ബ്രെഡ്. ജ്യൂസൊന്നും വേണ്ട, ജാം എടുക്കുമോ? ഓക്കെ. 2 പാക്കറ്റ് ബ്രെഡ്, 2 ക്യാൻ ബീർ. അതാണ് ഞങ്ങൾ നാളത്തെ ഫുഡ്. ബീർ ഞാൻ തന്നെ അടിക്കും. How much? 40, 42, 62. 62. 6 550. ഇത് 5 lakh അല്ലേ? 5 lakh കൊടുക്കണ്ടല്ലോ. ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ 5 lakh 20 ഇല്ലല്ലോ. ഇല്ല, 20 ഇട്ടിട്ട് കാര്യമില്ലല്ലോ. 60 ആണ്. 2000. 5 lakh കൊടുത്ത് അഞ്ഞൂറുണ്ടോ? ഇല്ല, നീ എനിക്ക് 5 അല്ലായിരുന്നു. 8,000. തൽക്കാലം ഇവിടുന്ന് എന്ത് കൊടുക്കും, ഒന്നിട്ട് ലിക്വിഡ് ആക്കിക്കുക. കാരണം വേറെ എവിടെ കൊടുത്തിട്ട് ഒരു ആക്കി തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. Do you have change? ഞങ്ങൾ 5 ലക്ഷം രൂപ കൊടുത്ത്
62,000. ഇന്നു พี่น้ำเต้าหู้ Come on. Thank you. น้ำเต้าหู้ അതൊക്കെพี่ร้อนปะ താങ്ക് യു പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പറഞ്ഞില്ല. พี่สาวน้ำเต้าหู้อยู่นี่ ടഫ് സിറ്റുവേഷൻ ആണ് കേട്ടോ ഇവിടെ വിയറ്റ്നാമിലെ പൈസ കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. യെസ് കറക്റ്റ് തല 38 ഓക്കെ ഇതൊക്കെ നമുക്ക് പോലെ ബില്ല് ഏത് ബില്ല് എടുത്തില്ല? ഒരു കൊണ്ടേ തോന്നി ഫോട്ടോ എങ്കിലും എടുത്തു വെക്കിയത് ഒരു ഓർമ്മയ്ക്ക്. ഓർമ്മയ്ക്കില്ല ഇതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. ആ ശരിയാ. ടിഷ്യൂ എന്തായാലും 5,000. ഭയങ്കര ഓക്കെ. അങ്ങനെ ഞങ്ങൾ 7-Eleven റെഡ് ജാം ബിയർ വാങ്ങിയായിരുന്നു. വേറെ ഇവിടുന്ന് കഴിച്ചിട്ട് പോകണം. റൂമിൽ നിന്ന് കഴിക്കാൻ ഒരു വൈബ് ഉണ്ടാവില്ല, പുറത്തിറങ്ങിയിട്ട് കഴിക്കണം. ആ ഇത് നടന്നോണ്ട് കടിച്ചോണ്ട് പോകല്ലോ, കുഴപ്പമില്ലല്ലോ. ഞാൻ അവിടേക്ക് പോയാൽ ഒന്നുമില്ല. അവിടേക്ക് പോയാൽ ഒന്നുമില്ല. ഹോസ്റ്റൽ നാളെ എവിടെ നിൽക്കണം? നല്ല കുറവ്. 800 രൂപയ്ക്കുള്ളൂ. 800 രൂപയ്ക്കുള്ളൂ. ഇവിടുത്തെ 200 800 രൂപ. ഇവിടുത്തെ നാട്ടിൽ 800. ഇവിടുത്തെ റേറ്റ് പറയണം, നാട്ടിലത്തെ റേറ്റ് ഇവിടുത്തെ ഒരു 800 പറയുമ്പോ എത്ര ഉണ്ടാവും? പറയുമ്പോ ഒരു 2 ലക്ഷം അത്രയുള്ളൂ. അല്ലാതെ നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ റേറ്റ് കുറവാ. കോമൺ എന്തായിരിക്കും കേട്ടോ, വാഷ്റൂം കോമൺ ആയിരിക്കും. പിന്നെ ഫോറിനേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ ചില്ല് ചെയ്യാം. അല്ല കമ്പനി ഇങ്ങനെ കണക്ഷൻ വരാം. ഇത് ഒരു കോമൺ ഹോസ്റ്റലാണ്. ഇപ്പൊ ഞങ്ങൾ നാളെ ഇവിടെ ഇവിടെ നിൽക്കണമോ വേണ്ടെന്നുള്ള പ്ലാൻ ചെയ്യാം. ഇവിടെ കോമൺ റൂംസ് മാത്രമേ ഉള്ളൂ. കോമൺ വാഷ്റൂം, കോമൺ റൂംസ് അങ്ങനെ ഉണ്ടാവില്ല. ഇത് ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മളെ അഗോഡയിൽ 250 ആ ഹോസ്റ്റല്. ഞാൻ ചോദിച്ചില്ലേ ഇന്ന് രാവിലെ ഹോസ്റ്റലിൽ നിൽക്കണം ഇതാന്ന് തോന്നുന്നു 250. പക്ഷെ അല്ല ഐ മീൻസ് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമെങ്കിൽ ഓക്കെ. ഞങ്ങളിതൊന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങളിതൊന്ന് സംസാരിച്ച് തീരുമാനിക്കട്ടെ.